നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദോഷകരമായ ഫലങ്ങളും ജീവിതത്തിലെ പല അവസരങ്ങളിലും കടന്നു വരുന്നതാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സഹായകരം തന്നെയാണ് വ്രതാനുഷ്ഠാനങ്ങൾ. പ്രത്യേകിച്ചും ഏകാദശി വ്രതം പോലുള്ള കാര്യങ്ങൾ നോൽക്കുന്നത് അതീവ ശുഭകരവും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായകരമാണ്. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏകാദശി തന്നെയാണ് ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശി ഏവരും കാത്തിരിക്കുന്നതായ ഒരു ഏകാദശി കൂടിയാണ്. ഏകാദശിയുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും വ്രതമെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ ഈ പരാമർശിക്കുന്ന ഏകാദശി ദിവസം, അതായത് ഗുരുവായൂർ ഏകാദശി ദിവസം തീർച്ചയായും ഈ രാശിക്കാർ വ്രതം അനുഷ്ഠിക്കുന്നത് ശുഭകരമാണ്. ഇവിടെ ജീവിതത്തിലുള്ള പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. തീർച്ചയായും ഇവർ വ്രതം അനുഷ്ഠിക്കുക തന്നെ വേണം. ഇവർ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇരട്ടിയായി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. മുൻജന്മ പാപങ്ങൾ പോലും ഇല്ലാതാക്കുവാൻ ഇവർക്ക് സഹായകരമായി തീരും. പ്രത്യേകിച്ചും എടുക്കേണ്ടതായ ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. മറ്റ് രാശിക്കാർ എടുക്കരുത് എന്നല്ല പരാമർശിക്കുന്നത്. ഈ രാശിക്കാർ തീർച്ചയായും എടുക്കണം എന്ന് തന്നെയാകുന്നു. ആ രാശിക്കാരെ കുറിച്ചും ഇവരുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതായ ആ സൗഭാഗ്യങ്ങളെ കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർ തീർച്ചയായും വ്രതം അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ്. അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ പല സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അനുകൂലമായ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഏകാദശി മുതൽ ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി തുടങ്ങും എന്നതാണ് വാസ്തവം. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും, അഥവാ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും കഠിനാധ്വാനം ചെയ്യുന്നു എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പരിശ്രമങ്ങൾക്കെല്ലാം തന്നെ ഫലം കാണുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പ്രണയിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കൊപ്പം സമയം ചെലവിടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയങ്ങൾ വളരെ എളുപ്പമായി തീരും. അല്ലെങ്കിൽ വിജയിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, കരിയറുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ, അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ആത്മവിശ്വാസം, ആത്മധൈര്യം വർദ്ധിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങൾക്കും പല കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള മുതൽക്കൂട്ടായി മാറുകയും ചെയ്യാം. പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തുകയും അത് നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. സമൂഹത്തിൽ അംഗീകാരം പോലും നേടിയെടുക്കുവാൻ സാധിക്കും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി മാറുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. അതിനാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ചിങ്ങം രാശിക്കാർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭാഗ്യം നിറയുന്നതായ ദിവസങ്ങളായി മാറും. നിക്ഷേപങ്ങൾ മികച്ചതാക്കി മാറ്റുവാൻ സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമൂഹികപരമായ ഇടപെടലുകൾ നിങ്ങൾക്ക് നടത്തുവാനും അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനും സാധിക്കും.
ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി മാറുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. മികച്ച മാറ്റങ്ങൾ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ വെല്ലുവിളികൾ നേരിടുന്നു എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജീവിതത്തെക്കുറിച്ചുള്ള പല ആശങ്കകളും പരിഹരിക്കപ്പെടുന്നതായ സമയം കൂടിയാണ് ഇത്. യാത്രയും പഠനവും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരും. തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വരുന്നതുമാണ്. കൂടാതെ ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മികച്ച സമയം തന്നെയാണ് വന്നു ചേരുക. ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്നതായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുകയോ സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുകയോ ചെയ്യാം. മനസ്സിലുള്ള ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പരിശ്രമിക്കാനും പരിശ്രമത്തിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദ്യയിൽ അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശരിയായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഭഗവാനെ ആരാധിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ നിറയുന്ന സമയമായി തന്നെ മാറും. വ്യക്തിപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രത്യക്ഷമായ അനുഭവമായി തന്നെ ജീവിതത്തിൽ വന്നു ചേരും. സമാധാനം നിറയുന്നതായ സമയമാകുന്നു. ബന്ധങ്ങളിൽ സന്തോഷവും നിറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എടുക്കുന്നതായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തന്മൂലം നേട്ടങ്ങൾ വർദ്ധിക്കാം. കൂടാതെ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ മുൻജന്മ പാപങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. സാഹസികത ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യക്തിപരമായ താല്പര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ലാഭകരമായ പല കാര്യങ്ങളും മാറുന്നതുമാണ്. സാമ്പത്തികപരമായി ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേർന്നു എന്ന് വരാം. അത് നിങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. പല കാര്യങ്ങളിലും വിജയങ്ങൾ കണ്ടെത്തുവാൻ പ്രയാസപ്പെടുന്ന നിങ്ങൾക്ക് ഒരു പരിധിവരെ വിജയം നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലതരത്തിലുള്ള അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. സാമ്പത്തിക വെല്ലുവിളികൾ പരിഹരിക്കപ്പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള പല ആശങ്കകളും പരിഹരിക്കപ്പെടുന്നതാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളും പരിഹരിക്കപ്പെടുവാൻ സാധിക്കും. ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഒരു പരിധിവരെ വിജയം കാണുവാൻ സാധിക്കുകയും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. ഇവർ തീർച്ചയായും വ്രതം അനുഷ്ഠിക്കുകയും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. തീർച്ചയായും നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. തീർച്ചയായും ഇവർ വ്രതമെടുക്കാതിരിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ആ കാര്യം ചെയ്ത് മുന്നോട്ട് പോവുക.